തൃശൂർ പൂരം കലക്കലിൽ ശക്തമായ നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. ദേശീയപാത വഴുക്കുംപാറയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. നിർമ്മാണം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് കവർന്നത്. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുനിൽ, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി വ്യാപക തെരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ചലച്ചിത്ര നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. കയ്പമംഗലത്ത് യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സാദിഖ് ഒളിവിൽ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ ശക്തനഗറിലെ ആകാശപാതയ്ക്ക് ശാപമോക്ഷം. പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാത വെള്ളിയാഴ്ച തുറന്നു നൽകും. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കിയ നിലയിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. പൂരം അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പരാമർശിച്ചു. ആഭ്യന്തര സെക്രട്ടറിയുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം തുടർ നടപടി ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേസമയം പൂരം കലക്കൽ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. പുതിയ വെളിപ്പെടുത്തലുകൾ ഗൌരവപരമാണെന്നും കെ രാജൻ പറഞ്ഞു. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ട് തള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉള്ളടക്കം അറിയാത്തതിനാൽ ഔദ്യോഗികമായി പ്രതികരിക്കാനില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുവന്നേ മതിയാകൂ. ഒരു ദേവസ്വത്തെയും പഴിചാരാനില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ഇവന്റ് അങ്ങനെ പെട്ടെന്ന് അർദ്ധരാത്രിയിലെ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കാൻ ഇടയാക്കുന്ന എങ്ങനെയാണ്? അവിടെയാണ് പെട്ടെന്ന് ആംബുലൻസിൽ വരുന്നു, രംഗപ്രവേശനം നടത്തുന്നു, പിന്നെ അതിന്റെ ജഗപൊക പരിപാടികൾ നടക്കുന്നു, പിന്നീട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം വളരെ വലിയ പ്രചരണം നടക്കുന്നു. പിന്നെ കേരളം മുഴുവനും പിടിച്ചു കുലുക്കുന്ന ചർച്ചയാക്കി തൃശ്ശൂർ പൂരത്തെ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ മാറ്റുന്നു. അതിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവരാരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ് അതിന് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. അത് UDF അടക്കമുള്ള ആൾക്കാർ ആർക്കെതിരെയാണ് പിന്നെ കുറ്റപത്രം സമർപ്പിച്ച ആർക്കെതിരെയാണ്, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ ആരെ പറ്റിയാണ്? ഇടതുപക്ഷത്തെ പറ്റിയായിരുന്നല്ലോ. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള ഒരാള് ഞാനും കൂടിയാണ്. വ്യക്തിപരമല്ല, അത് രാഷ്ട്രീയമാണ്. അതൊക്കെ പോട്ടെ, അതെല്ലാം അവസാനിച്ചു. അതിനേക്കാൾ ഉപരി തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ രാഷ്ട്രീയ വിജയം ഉണ്ടായോ തോൽവി ഉണ്ടായോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്നത് രാഷ്ട്രീയമായ ലാക്കോടുകൂടി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അതാണ് അറിയേണ്ടത്. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഇതൊരു കൺക്ലൂഷനിൽ എത്തണം. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും തർക്കിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമില്ല. ഈ അടുത്ത പൂരത്തിന്റെ നടപടിയിലേക്ക് ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. ഈ വിവരങ്ങൾ ജനങ്ങൾ അറിയാൻ എന്തൊക്കെ മാർഗങ്ങൾ, ആ മാർഗങ്ങൾ ന്യായമായ മാർഗങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരു പാർട്ടി പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടും എന്റെ പാർട്ടിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടും മാത്രമേ എനിക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിക്കകത്ത് നിന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ആലോചിച്ചും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടും ഈ വിഷയത്തിൽ നിലപാട് പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലപാടായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അതുണ്ടാവും എന്തായാലും. തൃശൂർ പൂരം കലക്കിയതിൽ 1-ാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൂരം കലക്കിയത് ADGPയുടെ പ്ലാൻ പ്രകാരമാണെന്നും VD സതീശൻ പറഞ്ഞു. ADGP RSS കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. RSS നേതാവുമായി ADGP ചർച്ച നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് 16 മാസമായി. എന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിഷേധിച്ചു 2 കൂട്ടരും, പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണമാണ്. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞതിന് ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ല, സാരമില്ല. ഈ മെയ് മാസത്തിലാണ്, 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ.
മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പോൾ 16 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ദേശീയപാത വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ് യുവാക്കളെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാൻ അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജിയെയും ആക്രമിച്ചാണ് 3 വാഹനങ്ങളിലായി എത്തിയ സംഘം സ്വർണം കവർന്നത്. കാറിൽ കോയമ്പത്തൂരിൽ നിന്നും ആഭരണങ്ങളുമായി വരുന്ന വഴിയാണ് 3 വാഹനങ്ങളിലെത്തിയ 10-അംഗ സംഘം സിനിമാ സ്റ്റൈലിൽ കാർ തടഞ്ഞ് ആഭരണങ്ങൾ കവർന്നത്. കാറിലുണ്ടായിരുന്ന അരുണിനെയും റോജിയെയും 2 വാഹനങ്ങളിലായി തട്ടിക്കൊണ്ടുപോയ ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. റോജിയെ ഇരവിമംഗലം ഭാഗത്തും അരുൺ സണ്ണിയെ മരത്താക്കര കുഞ്ഞനമ്പാറ ഭാഗത്തുമാണ് ഇറക്കിവിട്ടത്. മർദ്ദനമേറ്റ അരുൺ സണ്ണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾ കാർ തടഞ്ഞു നിർത്തി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. PG പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരൂരിൽ ബേക്കറി നിർമ്മാണ യൂണിറ്റിലെ മാലിന്യ സംഭരണിയുടെ മാൻഹോളിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. വരതനാട് സ്വദേശി പാണാപ്പറമ്പിൽ 45 വയസ്സുള്ള ജിതേഷ്, കാരൂർ ചൂരിക്കാടൻ 55 വയസ്സുള്ള സുനിൽ എന്നിവരാണ് മരിച്ചത്. കരൂരിലെ റോയൽ ബേക്കറിയുടെ നിർമ്മാണ യൂണിറ്റിലായിരുന്നു സംഭവം. മാൻഹോളിലേക്ക് കോണി ഉപയോഗിച്ച് ജിതേഷാണ് ആദ്യം ഇറങ്ങിയത്. എന്നാൽ ശ്വാസതടസ്സം നേരിട്ട് കുഴഞ്ഞു വീണ ജിതേഷിനെ രക്ഷിക്കുവാനാണ് സുനിൽ ഇറങ്ങിയത്. തുടർന്ന് ഇരുവരും മാലിന്യത്തിൽ അകപ്പെടുകയായിരുന്നു. 8 വർഷമായി പ്രവർത്തിക്കുന്ന ബേക്കറി യൂണിറ്റിൽ 12ഓളം ജീവനക്കാരാണുള്ളത്. അപകടത്തിൽപ്പെട്ട ഇരുവരും നേരത്തെ ഇത്തരത്തിൽ ശുചീകരണത്തിനായി മാൻഹോളിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു. സ്ഥാപനത്തിന്റെ ഉടമ ജോഫ്രനും സമീപത്തുണ്ടായിരുന്നു. ഇരുവരും കുഴഞ്ഞു വീഴുന്നത് കണ്ട മറ്റൊരു ജീവനക്കാരൻ മുഹമ്മദ് അഹിദ് മല്ലിക്കാണ് ജോഫ്രിനെ വിവരമറിയിച്ചത്. തുടർന്ന് ജോഫ്രിൻ ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ശ്വാസം കിട്ടാതെ തിരിച്ചു കയറുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തിയാണ് ഇരുവരെയും കയറ്റിയത്. അളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭരണിയുടെ മുകളിലാണ് യൂണിറ്റിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത്. ഏകദേശം 25,000 ലിറ്റർ ശേഷിയുള്ള സംഭരണിയിലേക്ക് ബേക്കറി ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ മാലിന്യമാണ് ശേഖരിക്കുന്നത്. വർഷങ്ങളായി ഇരുവരും ഈ യൂണിറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. മൃതദേഹം കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 10-12 പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കുറേ നാളുകളായിട്ട് നടക്കുന്നൊരു ബേക്കറിയാണ്. അപ്പോൾ അതിൻ്റെ 2 പേര് ഇവിടുത്തെ 2 ജോലിക്കാർ തന്നെയാണ് ജിതേഷും സുനിലും. ജിതേഷ് ആദ്യം ഇറങ്ങി. അതിൻ്റെയൊക്കെ ആദ്യം ഇറങ്ങി കോടി വെച്ച് ഒരാൾക്ക് ഇറങ്ങാനുള്ളൊരു ഇതുള്ളൂ. ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി. അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായി. രണ്ടാമത് മുകളിൽ നിന്ന സുനിൽ അദ്ദേഹത്തെ പിടിക്കാനിറങ്ങി. അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായത്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ ചലച്ചിത്ര നടൻ സിദ്ദിഖിനായി വ്യാപക തിരച്ചിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത്. സിദ്ദിഖിനെ കണ്ടെത്താൻ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് വൻ തെരച്ചിലാണ് പോലീസ് നടത്തിയത്. 2016 നടന്നുവെന്ന് ആരോപിക്കുന്ന സംഭവത്തിൽ 2024 കേസ് രജിസ്റ്റർ ചെയ്തത്. ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോവുകയാണ്. അതേസമയം സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചു. അതിനിടെ നടിയെ പീഡിപ്പിച്ച കേസിൽ ചലച്ചിത്ര നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയച്ചു. കയ്പമംഗലത്ത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലായവരിൽ 3 പേർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ച് കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. കേസിൽ 11 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കഞ്ചാവുമായി ചേർപ്പ് എക്സൈസ് സംഘം പിടികൂടി. കിഴപ്പള്ളിക്കര എങ്ങണ്ടി വീട്ടിൽ ബ്രാവോ എന്ന് വിളിക്കുന്ന അനന്തകൃഷ്ണനാണ് പിടിയിലായത്. ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ K. അശ്വിൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെരിങ്ങോട്ടുകരയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ ശക്തനഗറിലെ ആകാശപാതയ്ക്ക് ശാപമോക്ഷം. പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാത വെള്ളിയാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. തൃശൂർ കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായ ശക്തൻ നഗറിലെ ആകാശപാതയുടെ മിനുക്കുപണികൾ അവസാനഘട്ടത്തിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. ഏകദേശം 5.5 കോടി രൂപ ചിലവഴിച്ച് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശീതീകരിച്ച ആകാശപാതയുടെ നിർമ്മാണം 5 വർഷമെടുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്.
പെയിന്റടിയും ഗ്ലാസുകളും ചവിട്ടുപടികളും വൃത്തിയാക്കുന്നതടക്കമുള്ള അവസാനവട്ട മിനുക്കുപണികൾ തകൃതിയായി നടക്കുന്നു. ആകാശപാതയുടെ താഴെ വശങ്ങളിൽ തറയോട് വിരിക്കുന്ന പണികളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. സുരക്ഷയ്ക്കായി 20 CCTV ക്യാമറകളും ആകാശപാതയുടെ ശീതീകരണത്തിനും ലിഫ്റ്റിന്റെ പ്രവർത്തനത്തിനും വെളിച്ചത്തിനുമായി 50 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടമെന്ന നിലയിൽ നടപ്പാതയുടെ ഒരു വശത്ത് കച്ചവടവും ആരംഭിക്കും. 2019 നവംബർ 16 ആകാശപാതയ്ക്ക് തറക്കല്ലിട്ടത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പദ്ധതി ഇഴഞ്ഞു നീങ്ങി. അവസാനം 5 വർഷമെടുത്താണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. റോഡ് നിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിൽ 280 മീറ്റർ ചുറ്റളവിൽ 60 സെന്റിമീറ്റർ വ്യാസമുള്ള 16 കോൺക്രീറ്റ് തൂണുകളിലാണ് ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. 3 മീറ്റർ വീതിയുള്ള നടപ്പാതയിലേക്ക് 4 വശങ്ങളിൽ നിന്നും പ്രവേശന കവാടങ്ങളുണ്ട്. ശക്തൻ പച്ചക്കറി മത്സ്യ മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡ്, പട്ടാളം മാർക്കറ്റ്, ശക്തൻ നഗർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും കാൽനടയാത്ര യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ആകാശപാതയുടെ ലക്ഷ്യം. പദ്ധതി നാടിന് സമർപ്പിക്കുന്നതോടെ കോർപ്പറേഷന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ശക്തൻ നഗറിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി P. ബാലചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ ശില്പി മുരളി കുന്നുവിള സ്ഥലം സന്ദർശിച്ചു. പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള പീഠം നിർമ്മാണം വ്യാഴാഴ്ച ആരംഭിക്കും. പീഠം നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതിമ പുനഃസ്ഥാപിക്കുമെന്നും ശില്പി അറിയിച്ചു. KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കഴിഞ്ഞ ദിവസം രാത്രി അതിക്രമിച്ചു കടന്ന സാമൂഹിക വിരുദ്ധർ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പാചകപ്പുരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു. കുട്ടികൾ കൈ കഴുകുന്ന വാട്ടർ ടാപ്പുകളിലും പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയ നിലയിലാണ്. ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറായ നിലയിൽ ആദ്യം കണ്ടത്. സ്കൂൾ ബസിന്റെ 3 ടയറുകളാണ് പഞ്ചറാക്കിയ നിലയിൽ കണ്ടത്. പിന്നീടാണ് സ്കൂൾ പാചകപ്പുരയുടെ മുന്നിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും കൊടകര പോലീസെത്തി പരിശോധന നടത്തുകയും ചെയ്തു. പാചകപ്പുര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടതായി കണ്ടത്. മോഷ്ടിക്കപ്പെട്ട സിലിണ്ടറുകളിലൊന്ന് കാലിയാണ്. രണ്ടാമത്തേത് ചൊവ്വാഴ്ച വിതരണക്കാർ എത്തിച്ചതാണ്. രാവിലെ വിദ്യാലയത്തില് തുറക്കാനായിട്ട് വന്ന PTCM അതുപോലെ കുക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കിച്ചണിന്റെ ഡോറിൽ നിറയെ മുളക് പൊടി തൂളിയിരിക്കുന്നു. അതുപോലെ വരാന്തയില്, വാഷ് ഏരിയയില്, അതുപോലെ സ്കൂൾ ബസിന്റെ ഒരു 3 ടയറ് കാറ്റഴിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു. കിച്ചണിന്റെ താഴ് തുറന്നിട്ടില്ല. ഈ മുളക് പൊടി എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കിച്ചണിലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോ 2 സിലിണ്ടറുകളും കാണുന്നില്ല. തുടർന്ന് കൊടകര സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. CIP കെ ദാസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാചകപ്പുരയുടെ പരിസരത്ത് നിന്ന് ഓടിയ പോലീസ് നായ തൊട്ടടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെയും സർക്കാർ ബോയ്സ് ഹൈസ്കൂളിലൂടെയും കടന്ന് പുറകുവശത്തുള്ള സ്റ്റേഡിയത്തിലാണ് ചെന്ന് നിന്നത്. പോലീസ് നായ മണം പിടിക്കാതിരിക്കാനാണ് പാചകപ്പുരയിലും പരിസരത്തും മുളകുപൊടി വിതറിയതെന്ന് സംശയിക്കുന്നു. സംഭവത്തിന് പിന്നിൽ 1-ലേറെ ആളുകൾ ഉള്ളതായി സംശയിക്കുന്നുണ്ട്. സംഭവത്തിന് പിറകിൽ മോഷണമാണോ മറ്റു വല്ല ഉദ്ദേശവുമാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നു. പാചകപ്പുരയുടെ താക്കോൽ സാമൂഹിക വിരുദ്ധർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച ശേഷം പാചകപ്പുര താഴിട്ടു പൂട്ടിയ നിലയിലായിരുന്നു. സ്കൂളിന്റെ മുൻവശത്തും വലതുവശത്തുമുള്ള ഗേറ്റുകൾ പൂട്ടിയിട്ടിരുന്നതിനാൽ പുറകുവശത്തുകൂടിയാകാം സാമൂഹിക വിരുദ്ധർ എത്തിയതെന്നാണ് കരുതുന്നത്. സമീപത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. TCV ന്യൂസ്, കൊടകര. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്നാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്തത്. മൃതദേഹം കാർവാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. DNA പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ലോറി കരയിലേക്ക് കയറ്റി. കഴിഞ്ഞ ജൂലൈ 16-ാം തീയതിയുണ്ടായ മണ്ണിടിച്ചിലിലാണ് ലോറി അടക്കം അർജുനെ കാണാതായത്. 72-ാം ദിവസത്തിന് ശേഷമാണ് മൃതദേഹവും ലോറിയും കണ്ടെത്തിയത്. 12 മീറ്റർ ആഴത്തിലാണ് ലോറി ഉണ്ടായിരുന്നത്. അർജുനായി 4 പോയിന്റുകളിലായാണ് ദൌത്യസംഘം പരിശോധന നടത്തിയത്. കോൺടാക്ട് പോയിന്റ് 2-ലാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത്.
വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ ഒരു കാലത്തുമില്ലാത്ത ഭീഷണിയാണ് ജനങ്ങൾ ഇപ്പോൾ നേരിടുന്നതെന്നും ഇതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണെന്നും കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ നടത്തിയ പറവട്ടാനി ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ശല്യം നാട്ടിൻപുറത്തെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ ആകെ പ്രശ്നമാണെന്ന്. കേന്ദ്ര ഭരണാധികാരികൾ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും കേന്ദ്ര വനം നിയമത്തിൽ മാറ്റം വേണമെന്നും MLA പറഞ്ഞു. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പാർലമെന്റ് ധർണയുടെ ഭാഗമായിട്ടായിരുന്നു കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ പറവട്ടാനി ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഓഫീസ് ഉപരോധിച്ചത്. നൂറുകണക്കിന് കർഷകർ ഉപരോധ സമരത്തിൽ പങ്കാളികളായി. പറവട്ടാനി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഉപരോധ സമരത്തിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA, ജില്ലാ സെക്രട്ടറി AS കുട്ടി, ജില്ലാ ട്രഷറർ TA രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 12 വർഷം കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകാത്തതിനെ തുടർന്ന് കുന്നുകുളം BRD ഓഫീസിന് മുൻപിൽ വയോധികൻ കുത്തിയിരിപ്പ് സമരം നടത്തി. വടക്കേക്കാട് സ്വദേശി വടക്കൻവീട്ടിൽ ബെയിൻസാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 12 വർഷം മുൻപ് ബെയിൻസ് വടക്കേക്കാട് BRD സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഷെയറിന് 6 ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന് 12 ലക്ഷം രൂപ ചെലവിൽ 2 ഷെയറുകൾ എടുത്തത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്നാരോപിച്ചാണ് ബെയിൻസ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഷെയർ എടുത്തതാണ്. ഷെയർ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഷാജൻ സാറ്, മില്യൻ സാറ്, അപ്പോൺ സാർ, അങ്ങനെ കുറേ സാറുമാരൊക്കെ കൂടിയിട്ട് എൻകറേജ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടാണ് എടുത്തത്. എടുത്തിട്ട് ഇപ്പോൾ ഒരു 12-14 കൊല്ലമായി. 2015 വരെ ഒരു പേപ്പർ തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പൈസകളൊന്നും തന്നില്ല. ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടിലാണ്. ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്കങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒറ്റയാളായിട്ട് ഇവിടെ വന്നിരുന്ന് 14 വയസ്സുള്ള ബാലനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ മുൻ മദ്രസ അധ്യാപകന് 35 വർഷം കഠിന തടവും 5,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോഴിക്കോട് പന്നിയങ്കര സ്വദേശി മുഹമ്മദ് നജ്മുദ്ദീനെയാണ് ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ജഡ്ജി അന്യാസ് തയ്യൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങളും മണ്ണും ബൈപ്പാസ് റോഡിൽ അശാസ്ത്രീയമായി തള്ളിയത് വാഹനയാത്രികർക്ക് അപകടക്കെണിയാകുന്നു. ബൈപ്പാസ് റോഡിൽ മാസ് തിയേറ്റർ റോഡിലേക്ക് തിരിയുന്ന ഭാഗം വരെയാണ് റോഡിലേക്ക് തള്ളിയ നിലയിൽ മണ്ണടിച്ചിരിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം ജംഗ്ഷൻ വരെ കോൺക്രീറ്റിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ഒട്ടുമിക്ക വാഹനങ്ങളും പോകുന്നത് ബൈപ്പാസ് റോഡിലൂടെയാണ്. തകർന്ന റോഡും രാത്രിയിൽ മേഖലയിലെ വെളിച്ചക്കുറവും വാഹന അപകടങ്ങൾക്കിടയാക്കുന്ന സ്ഥിതിയാണ്. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴിയിൽ വീണ് നേരത്തെ കൊരുമ്പിശ്ശേരി സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഠാണ ചന്തക്കുന്ന് വികസനവും ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ പൂതംകുളം ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ നഗരത്തിൽ യാത്രാ ദുരിതം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പെട്രോളിനും ഡീസലിനും വില കൂടുന്ന വാർത്തകളൊന്നും ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി ആരിഫിന് വിഷയമല്ല. ഒരു പതിറ്റാണ്ടിലധികമായി കിടിലൻ കാളവണ്ടിയിലാണ് യുവാവിന്റെയും കുടുംബത്തിന്റെയും യാത്ര. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി ജീവനാണ്. കുട്ടിക്കാലത്തും വീട്ടിൽ കാളവണ്ടിയുണ്ട്. പിതാവ് മുഹമ്മദിൽ നിന്ന് കൈമാറി കിട്ടിയ കാളവണ്ടി 12 വർഷമായി ആരിഫാണ് പരിപാലിക്കുന്നത്. ഭാര്യ ഷാജിദയ്ക്കും മക്കളായ ആദിയ, ഹാദിയ, ഹയ എന്നിവർക്കുമെല്ലാം കാളവണ്ടി യാത്ര ഏറെ ഇഷ്ടമാണെന്ന് യുവാവ് പറയുന്നു. 16 കിലോമീറ്ററിലധികം ദൂരം കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പൂരം, കല്യാണം, വിനോദസഞ്ചാരം എന്നിവയെല്ലാം കാളവണ്ടിയിൽ തന്നെ. അല്പം പരുത്തിക്കുരുവും പിണ്ണാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് വണ്ടിയുടെ ഇന്ധനം. അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉറപ്പാണെന്നാണ് 34-കാരനായ ആരിഫ് പറയുന്നത്. ഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കി പെയിന്റ് അടിച്ച് മനോഹരമാക്കി സുന്ദരന്മാരായ കാളക്കൂട്ടന്മാർ വലിക്കുന്ന ഈ വാഹനം ഗ്രാമീണ വഴികളിലും സംസ്ഥാന പാതകളിലുമെല്ലാം എത്തുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും എത്തുന്നവരും നിരവധിയാണ്. ബെൻസിലും BMW-യിലും പോകുന്നവർ വരെ നിർത്തി സെൽഫി എടുക്കുന്ന വണ്ടിയാണ് താൻ ഉപയോഗിക്കുന്നതെന്നും കാളവണ്ടി യാത്ര അഭിമാനമാണെന്നും ആരിഫ് പറഞ്ഞു.
കാളവണ്ടിയും കാളകളും ഏതാനും ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ആരിഫ് പങ്കുവച്ചു. വർഷങ്ങളായി കാളവണ്ടി യാത്ര നടത്തുന്ന ആരിഫിന് മറ്റൊരു വണ്ടിയും മനസ്സിനെ ആകർഷിച്ചില്ല എന്നത് കൗതുകത്തോടെയാണ് നാട്ടുകാർ നോക്കുന്നത്. TCV ന്യൂസ്, ചെറുതുരുത്തി. കടവലൂർ പാടത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കടവലൂർ പാടത്തെ തോട്ടിലേക്ക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും വലിയ ആശങ്കയിലാണ്. മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് കർഷകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പിന്നീട് പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിർത്തിയിരുന്നുവെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷമാണ് മാലിന്യം വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം പാടശേഖരത്തോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലെ കിണറുകളിലേക്ക് പരക്കാൻ സാധ്യതയുള്ളതായും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പരിസരവാസികൾ പറയുന്നു. റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ രാത്രി മാലിന്യം തള്ളുന്നവർക്ക് ഇത് വലിയൊരു മറയായി തീരുകയാണ്. പ്രദേശത്ത് പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുൻപ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ഇത് നീക്കം ചെയ്തുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ ആർട്സ് സൊസൈറ്റി ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന 28ാമത് ടാസ് നാടകോത്സവത്തിന്റെ 5ാം ദിവസം SS നടനസഭ കടക്കാവൂർ അവതരിപ്പിച്ച റിപ്പോർട്ട് 79 എന്ന നാടകം അരങ്ങേറി. 70കളിലെ കിരാതമായ പോലീസ് മർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിൽ അരങ്ങിലെത്തിയ നാടകം പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിച്ചു. 6ാം ദിവസമായ വ്യാഴാഴ്ച തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം എന്ന നാടകമാണ് അരങ്ങിലെത്തുന്നത്. നാടകപ്രേമികളുടെ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് ഓരോ നാടകവും അരങ്ങിലെത്തുന്നത്. നാടകോത്സവം ഒക്ടോബർ 1-ാം തീയതി സമാപിക്കും. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാഴ്ചപരിമിതിയുള്ള 73-കാരനെ അയൽവാസി മർദ്ദിച്ചതായി പരാതി. കോട്ടപ്പടി അങ്ങാടിയിൽ മാളിയമാവ് അല്ലൈശനാണ് മർദ്ദനമേറ്റത്. വീടിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്ന് അല്ലൈശ് പറഞ്ഞു. കാഴ്ചപരിമിതിയുള്ള ഇയാളെ റോഡിലേക്ക് തള്ളിയിട്ട ശേഷം അക്രമി രക്ഷപ്പെട്ടു. അവശനായ ഇയാൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസി നെൽസനെതിരെ പോലീസ് കേസെടുത്തു. വയനാടിന് കൈത്താങ്ങാകാൻ ചായ ചാലഞ്ച് നടത്തി നടൻ ജയന്റെ ആരാധകൻ അഷ്റഫ് ജയനും അഷ്റഫ് കൂട്ടായ്മയും സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലാ കളക്ടർക്ക് കൈമാറി. 9,670 രൂപയാണ് അഷ്റഫ് ജയൻ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറിയത്. ശനിയാഴ്ച വൈകിട്ടാണ് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ചായ ചാലഞ്ച് സംഘടിപ്പിച്ചത്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,020 രൂപ, പവന് 56,160 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,252 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം കലക്കലിൽ ശക്തമായ നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. ദേശീയപാത വഴുക്കുംപാറയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. നിർമ്മാണം കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് കവർന്നത്. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുനിൽ, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി വ്യാപക തിരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ചലച്ചിത്ര നടൻ ഇടവേള ബാബു അറസ്റ്റ്. കയ്പമംഗലത്ത് യുവാവിനെ കൊന്ന ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സാദിഖ് ഒളിവിൽ.
വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാതയ്ക്ക് ശാപമോക്ഷം. പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാത വെള്ളിയാഴ്ച തുറന്നു നൽകും. കൊടകര സർക്കാർ LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കിയ നിലയിൽ കണ്ടെത്തി ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.